കുരുക്ഷേത്രത്തിലെ നിലാവ്. കുരുക്ഷേത്ര മണ്ണിൽ ചോര വീണ രാത്രിയിൽ ചന്ദ്രൻ ചോദിച്ചു, ആരാണ് ജയിച്ചത്? അമ്പുകൾ തുളച്ച ആകാശത്തിനടിയിൽ ധർമ്മവും അധർമ്മവും നിശബ്ദമായി നിന്നു. ഹസ്തിനാപുരത്തിൻ്റെ ഇടനാഴികളിൽ വിധിയെഴുതിയ കഥയായിരുന്നു അവൾ. പാണ്ഡവരുടെ കണ്ണിൽ സ്വപ്നങ്ങളും കൗരവരുടെ ഹൃദയത്തിൽ അധികാരദാഹവും. 5 പേർ മാത്രം, എന്നാൽ പിന്നിൽ ഒരു യുഗത്തിൻ്റെ പ്രതീക്ഷ. 100 പേർ മുന്നിൽ, എന്നാൽ ഉള്ളിൽ ഭയത്തിൻ്റെ നിഴൽ. ദ്രൗപദിയുടെ കണ്ണീരിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ അഹങ്കാരം കത്തി. അവളുടെ മൗനത്തിൽ പോലും യുദ്ധത്തിൻ്റെ ശംഖനാദം മുഴങ്ങി. കർണ്ണൻ സൂര്യന്റെ പുത്രനായിട്ടും സ്വന്തം ജന്മത്തിൻ്റെ സത്യം തേടി. ജീവിതം മുഴുവൻ അന്യനായി നടന്നു, സൗഹൃദത്തിനായി ജീവൻ നൽകി. വിധിക്കു മുന്നിൽ തലകുനിച്ചു അർജുനന്റെ കൈ വിറച്ചപ്പോൾ. രഥത്തിൻ്റെ നടുവിൽ കൃഷ്ണൻ നിന്നു. ജയിക്കാനല്ല നിന്റെ ധർമ്മം ചെയ്യാനാണ് നീ ജനിച്ചത്. ആ വാക്കുകൾ കാറ്റിലൊഴുകി ഗീതയായി മാറി. യുഗങ്ങൾ കടന്നു ഇന്നും മനുഷ്യ ഹൃദയത്തിൽ മുഴങ്ങുന്നു. ഭീഷ്മന്റെ ശരശയ്യയിൽ ഒരു പിതാമഹന്റെ കണ്ണുകൾ അടഞ്ഞു. അഭിമന്യുവിന്റെ പുഞ്ചിരിയിൽ ഒരു യൗവനത്തിൻ്റെ. സൂര്യൻ അസ്തമിച്ചു. അവസാനം യുദ്ധം തീർന്നു, പക്ഷേ ആരും പൂർണ്ണമായി ജയിച്ചില്ല. മണ്ണിൽ കിടന്നതു ശരീരങ്ങൾ മാത്രമല്ല, ബന്ധങ്ങളും സ്വപ്നങ്ങളും ഒരു യുഗത്തിൻ്റെ അഹങ്കാരവുമായിരുന്നു. ഇന്നും നമ്മുടെ ഉള്ളിൽ ഒരു കുരുക്ഷേത്രമുണ്ട്. ഒരു വശത്തു മോഹം, മറ്റൊരു വശത്ത് ധർമ്മം. ശംഖം മുഴങ്ങുന്നില്ലെങ്കിലും ചോദ്യം മുഴങ്ങുന്നു. നിന്റെ കൃഷ്ണനാരാണ്? നിന്റെ ധർമ്മമേതാണ്? നിന്റെ കുരുക്ഷേത്രത്തിൽ നീ ആരുടെ പക്ഷത്താണ്?